കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണെന്ന്. ഇഷ്ടപ്പെട്ടയാളിനെ വിവാഹം കഴിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ച് നമ്മളിവിടെ പറയുന്ന 9 നാളുകാർ, 27 നാളുകാരും മൊത്തം ഉണ്ട് അല്ലേ. 27 നാളുകാർക്കും ഈ യോഗം ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. അതിന് ജാതകം പരിശോധിക്കണം. പൊതുവെ പറയുന്ന ഈ ഫലങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിലും ജാതകം പരിശോധിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു ജ്യോതിഷനോട് ഫോണിൽ കൂടെ വിളിച്ച് ഈ പറഞ്ഞ നാളിൻ്റെ ഫലവും ചോദിക്കാൻ പാടില്ല. സംശയമായിട്ട് നാൾഫലം പറയാവും ചോദിക്കരുത്. നേരിട്ട് ചെന്ന് പറ്റുമെങ്കിൽ അദ്ദേഹത്തിനെ കണ്ട് സമയം സാഹചര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോവുക. അപ്പം നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കടക്കാം. അശ്വതി, കാർത്തിക, പുണർതം, ആയില്യം, മകം, അനിഴം, പൂരാടം, അവിട്ടം, പൂരിട്ടാതി ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് ഈ യോഗം ഫലത്തിൽ വരാറുണ്ട്. ഒരു സ്നേഹബന്ധത്തിലൂടെ ആയാലും ബന്ധത്തിലുള്ള ഏതെങ്കിലും കുട്ടിയായാലും എവിടെങ്കിലും വെച്ച് പരിചയപ്പെട്ടതായാലും കോളേജിലെ പഠനകാലത്തുള്ളതായാലും വളരെ കാലത്തിന് ശേഷം ആയാൽ പോലും ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിക്കാൻ അറേഞ്ച് മാരേജായിട്ടായാലും അല്ലാതെ സ്നേഹവിവാഹം കഴിക്കാനായാലും ഒക്കെ യോഗം ഇവർക്ക് പറയുന്നുണ്ട്. ഇതിൽപ്പെട്ട ചില നാളുകാരാണെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കാതെ നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അവർക്കും ഈ പറഞ്ഞ മനസ്സിൽ ഇഷ്ടമുള്ളത് കൊണ്ടാകാം വേറെ വീട്ടുകാർ ആലോചിക്കുന്ന ആലോചന നടക്കാത്തത്. അപ്പം അവർ അത് മനസ്സിലാക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കേണ്ടത്. മനസ്സുകൊണ്ട് അടുത്ത് പോയവരെ ഒരിക്കലും അകറ്റാതിരിക്കുക. ഇവരെ അടുപ്പിച്ച് മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ, പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത